ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പട ചമ്മന്തിയാണ്. പപ്പടം വെച്ചിട്ടൊരു ചമ്മന്തി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരു 5 വറ്റൽമുളകാണ് ഞാൻ എടുത്തത്. പിന്നെ അതിന് ശേഷം ചുവന്നുള്ളി ഒരു 8 കറിവേപ്പില, പിന്നെ പുളിയാണ് വേണ്ടത്. പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലൊരു പുളി എടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല എണ്ണയിലിട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ. വാട്ടിയെടുത്തതിന് ശേഷം ജാറിലേക്ക് എടുത്തിട്ട് അത് മാത്രം ഇട്ടിട്ട് അരയ്ക്കണം. അതിലിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക. ഇതുപോലെ അടിച്ചെടുക്കണം കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ നമ്മളെടുത്ത തേങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മൾ വാടെടുത്ത എണ്ണയിലേക്ക് കൊണ്ട് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് ഒരു പപ്പടം വറുത്തെടുക്കണം. ഒറ്റ പപ്പടം വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ആ ചമ്മന്തിയിലേക്ക് എന്ത് ചെയ്യണം, പപ്പടം വറുത്തെടുത്തിട്ട് ആ വറുത്തെടുത്ത പപ്പടം നല്ല പൊടിയായിട്ട് മിക്സാക്കിയിട്ട് ആ ചമ്മന്തിയിൽ നല്ല മിക്സാക്കി കൊടുക്കണം. പപ്പടത്തിൻ്റെ ഒരു തരി പോലും ഇല്ലാതെ നല്ല മിക്സാക്കി അതിൽ കഴിഞ്ഞിട്ട് പിന്നെ പപ്പടത്തിൽ ചെറുതായിട്ട് ഉപ്പുണ്ടാവും. അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ നുള്ളി ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഒഴിക്കുന്നത് പച്ച വെളിച്ചെണ്ണ. അതിന് മിൽക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നല്ല കൈ വെച്ച് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ ബെസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.